വിജയ് നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ ശിവരാത്രി വരാൻ പോവാണല്ലോ. അപ്പൊ ശിവരാത്രിനെ സംബന്ധിച്ച് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ വെച്ചാ നടക്കുന്നത്, എന്നാണ്, എങ്ങനെയാണ്, ഡീറ്റെയിൽസ് കാര്യങ്ങള് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിട്ട് അവർക്ക്. അപ്പൊ ഇത് നമ്മള് എപ്പോ മുതലാണ് ശിവരാത്രിന്റെ അന്ന് എപ്പോ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ. തീർച്ചയായും. മഹാശിവരാത്രി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഗുരുവായൂർ വെച്ചാണ്. ഗുരുവായൂര് ഒരു ഹോളുണ്ട്, നമ്മൾ അതിന് പറയുന്നത് രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യണം. അതെ, നമ്മുടെ ഫ്ലെക്സിന്റെ എല്ലാ അടിയില് ആ നമ്പർ വരുന്നുണ്ട്. വേണേൽ ജസ്റ്റ് ഒന്ന് അത് വേണേലൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ തന്നെ കൊടുക്കാം, വീഡിയോയ്ക്കകത്ത് തന്നെ കൊടുക്കാം നമുക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതെ, നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അയച്ചു തരും. എന്നുവെച്ചാൽ ഒരു എൻട്രി ഫീസ് ഉണ്ടല്ലോ, ആ എൻട്രി ഇതുണ്ട്, ഫീസ് ഉണ്ട്. അത് അടയ്ക്കുമ്പോഴാണ് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ അവർക്ക് വാട്സപ്പിലാണോ ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു കൊടുക്കും. അതെ, വാട്സപ്പിലാണ്. അതുപോലെ എൻട്രി ടിക്കറ്റും ഉണ്ട്, ടിക്കറ്റും അയച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് പ്രവേശനമുള്ളൂ ഹോളിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെയാണ്. പിന്നെ സമയം വരുന്നത് സന്ധ്യക്ക് 9 to 6 ആണ്. 6 മണി വരെയാണ് ശിവരാത്രി നമ്മൾ ആഘോഷിക്കുന്നത്. അന്നത്തെ ദിവസം എന്തൊക്കെ പ്രോഗ്രാമാണ് നടക്കുന്നത്? നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് മന്ത്രദീക്ഷയാണ്. രണ്ടാമത്തേത് പഞ്ചഭൂത ആരതിയുണ്ട്. കാശ്മീരി ശൈവത്തിന്റെ തന്ത്രവശങ്ങൾ പറയുന്നുണ്ട്. ശിവരാജയോഗയുടെ മാർഗം നമ്മൾ ഉപദേശം നൽകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈവെന്റിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് പദ്ധതിയെക്കാട്ടിലുപരി ഈശ്വരത്വമാണ്. പലപ്പോഴും ഡിവൈൻ എക്സ്പീരിയൻസ് ആണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് പദ്ധതിയെല്ലാം ഈശ്വരത്വമാണ്, നമ്മൾ വിട്ടുകൊടുക്കുന്നു. ആ രീതിയിലാണ്. വരുന്നവര് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണോ? ഫാസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശിവരാത്രിക്ക് നമ്മള് വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അന്നത്തെ ദിവസം നമ്മള് ഭക്ഷണം കഴിക്കാതിരിക്കാൻ നല്ലതാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ ശിവരാത്രിക്ക് നമ്മള് ശിവനേത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് സ്പെഷ്യൽ ബുക്കിംഗ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും? ഉണ്ട്. ശിവനേത്രം നമ്മൾ ഈ പ്രാവശ്യം വരുന്നവർക്കും കൊടുക്കുന്നുണ്ട്. കുറച്ചേറെ പേര് അന്നത്തെ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനായി തയ്യാറെടുത്തിട്ടുണ്ട്. നമ്മൾ ശിവനേത്രത്തിന്റെ നമ്പർ ഇതിൽ കൊടുത്ത നമ്പറിൽ തന്നെ ബുക്ക് ചെയ്താൽ മതി. ബുക്ക് ചെയ്ത് ശിവരാത്രി വന്ന് ശിവനേത്രവും നമ്മൾ നൽകുന്നുണ്ട് അവിടെ വരുന്നവർക്കായിട്ട്. ദീക്ഷയോട് കൂടിയിട്ട് കൈപ്പറ്റുന്നത് നന്നായിരിക്കും അതെപ്പോഴും. നമ്മളിപ്പോ ലാസ്റ്റ് ചെയ്ത ലൈവില് ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗുരുജീനെ നേരിട്ട് കാണണം, ഗുരുജിയുടെ നമ്പർ തരൂ, എങ്ങനെ കാണാൻ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ അന്നത്തെ ദിവസം ഒരു അവസരമാണല്ലോ. അതെ, ഇപ്പം രജിസ്ട്രേഷൻ ചെയ്ത് വരുന്നവരെല്ലാം തന്നെ നമ്മൾ മീറ്റ് ചെയ്യും. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാനും സമയമുണ്ട്. അവിടെ യൂട്യൂബ് ലൈവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര്. നമുക്ക് കാണാമല്ലോ, നിങ്ങൾ ആ രജിസ്ട്രേഷൻ നമ്പറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കൂടുതൽ ക്രൗഡ് വരുന്നത് കൊണ്ടും എല്ലാവർക്കും പേഴ്സണലി ദീക്ഷകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ രജിസ്ട്രേഷനും അത് രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ലിമിറ്റഡ് ആണ് സീറ്റ്. നമ്മുടെ ഹോളിൻ്റെ ഒരു പബ്ലിക് മൈതാനം എന്നല്ല നമ്മളെടുത്ത്, ഹോള് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിൽ പരിധിയുണ്ട് ആൾക്കാർക്ക്. രജിസ്ട്രേഷൻ എന്തായാലും ഇനി ഒരു 5-6 ദിവസം കൂടി ഉണ്ടാവുള്ളൂ രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഗുരുജീനെ കാണാനുള്ളൊരു അവസരം കൂടെയാണ് അന്നത്തെ ദിവസം. അപ്പോൾ കമൻറ്റിൽ ചോദിച്ചവർക്കും മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ അന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.